ഇന്നൊരു വെറൈറ്റി ഫിഷിങ് കേട്ടോ. ഇവിടെ വയനാട്ടിൽ കിട്ടുന്ന മീനാണിത്. ഇവിടെ പറയുന്ന പുല്ലുവാള, വാള എന്നെല്ലാം പറയും. ഇതിവിടെ കിട്ടുന്ന സാധനം കേട്ടോ. അല്ലാണ്ട് ഇവിടെ ആറ്റുവാള അങ്ങനത്തെ വാളകളൊന്നുമില്ല. ഈ ഒരു വാള തന്നെ ഉള്ളൂ. കാണുന്നുണ്ടോ? ഇത് കൂടിപ്പോയാലൊരു 1/2 കിലോ 3/4 കിലോ സൈസേ വരുള്ളൂ വലിപ്പം. അതിൻ്റെ മേലെ വലിപ്പം വരില്ല. നമ്മൾ മഷീറിനെ പിടിക്കാനാണ് പോയത്. നോക്കുമ്പോൾ ഈ സാധനം നല്ല അടിയാ. ഒന്നും നോക്കില്ല. അപ്പോൾ മഷീറിനെ കിട്ടിയില്ലെങ്കിൽ ഇതെങ്കിലും പിടിച്ചിട്ട് പോകാമെന്ന് വെച്ചിട്ട് ഇറങ്ങിയ. കിട്ടുന്നതിനെ പിടിക്കാമല്ലോ, എന്തായാലും വന്നല്ലേ. കുറച്ച് ദൂരം ഓടി വന്നേ അവിടം വരെ വണ്ടി എടുത്തിട്ട്. നല്ല വെള്ളം കലങ്ങിപ്പോയി. അതുകൊണ്ട് എന്ത് മഷീറിന് വേറെ കിട്ടുന്ന എന്തെന്നാ വാളയാ. വാളയെങ്കിൽ വാള. ഞാനൊന്നിനെ പിടിക്കുമ്പോൾ എൻ്റെ കൂടെ ഒരു ചങ്ങായിണ്ട്, എൻ്റെ ഫ്രണ്ട്. ഓനും ഒന്നിനെ പിടിക്കുക. അങ്ങനെ തന്നെ അടി. നല്ല സ്ട്രൈക്ക് വലിക്കുന്നൊന്നുമില്ല. ചെറുങ്ങനെ 2 അനക്കാനക്കി കഴിഞ്ഞാൽ അതിൽ തന്നെ ട്രാപ്പായിട്ട് കുടുങ്ങി നിൽക്കുക. മെല്ലെ നൈസിൽ വലിച്ച് കയറ്റുക. ഇതന്നെയാണ് പണി. എല്ലാം ഒരേ ടൈപ്പ് സാധനങ്ങൾ തന്നെയാണ് കിട്ടുന്നത്. വേഗം കിട്ടുന്നുണ്ട്, ആദ്യം സമയമാവുന്നില്ല. ഒരു പ്രാവശ്യം എറിഞ്ഞ് വലിച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ അടുത്ത പ്രാവശ്യത്തിൽ മീൻ പിടിച്ചിരിക്കും. ഈ ഇതിലാണ്, ഫിഷ് ട്രാപ്പിലാണ് അടിക്കുന്നത് കേട്ടോ. മഷീറിന് എറിയാൻ വേണ്ടിയിട്ട് വന്നയാ. മഷീറിനോട് എറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വെറും വാളക്കുട്ടികൾ തന്നെയാണ് പിടിക്കുന്നത്. ഇത് ഇത്ര തന്നെ കേട്ടോ സൈസാവുള്ളൂ. ഇവിടെ ഈ ആറ്റുവാള അങ്ങനത്തെ വാളകളൊന്നുമില്ല. കൂരിവാള അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല ഈ വയനാട്ടിൽ. ഇവിടെ ഉള്ളത് വാളയാന്നറിയപ്പെടുന്ന സാധനം ഇതാണ്. ഇനി ഇവിടെ ഉള്ള ഒരു പുല്ലുവാള എന്നെല്ലാം പറയും, വാളയാന്നും പറയും. എല്ലാ ടൈപ്പ് എന്തെല്ലോ പേരുകൾ ഇവിടെ പറയുന്നുണ്ട്. ഇത് നല്ല വയലിൽ ഊത്ത കയറൂലേ, അപ്പോൾ ഈ സാധനം കണ്ടത്തിലോട്ടെല്ലാം കയറും. എല്ലാവരും ഇതിനെന്ത് ചെയ്യും, വെട്ടിപ്പിടുത്തവും അല്ലാണ്ട് എല്ലാം പിടുത്താണ് ഇതിനെ വല്ലാണ്ട് ഈ കണ്ടത്തിലോട്ടെല്ലാം കയറും. ഇതിവിടെ ഇഷ്ടമാതിരി ഓരോ ഏറിന് ഓരോ തന്നെയാണ് കിട്ടുന്നത്. ഒന്ന് ഞാൻ പിടിക്കുമ്പോൾ ഒന്ന് എൻ്റെ കൂടെയുള്ള ഫ്രണ്ട് പിടിക്കുക. ഇതന്നെ. വെള്ളം കണ്ട നല്ല കലക്കാണ് വെള്ളം. കലക്ക് കാരണം തോന്നുന്നത് ഇങ്ങനെ അടിക്കുന്ന വാള. ഓരോ ഏറിന് ഓരോന്നാണ് അടിക്കുന്നത്. കണ്ട, ഇതിൽ ശേഷം ചെറുതാണ് കിട്ടിയത്. അതിൻ്റെ വായിൽ കയറൂല, എന്നിട്ട് വരെ അത് വെറുതെ തന്നെ വന്ന് കടിക്കുക. കലങ്ങിയത് കാരണം തോന്നുന്നു ഇങ്ങനെ അടിക്കുന്നത്. വലിയ ഫൈറ്റൊന്നുമില്ല. ഒന്ന് കുടുങ്ങിക്കഴിഞ്ഞാൽ ഒരു 2 പെടയിൽ പറഞ്ഞ് പിന്നെ അനങ്ങാണ്ട് നിൽക്കുക കര വരെ. കരയിലെത്തുമ്പോൾ വേണം 2 അടിയെല്ലാം അടിച്ചിട്ടാണ് കരയിലോട്ട് വരുന്നത്. മഷീർ അടിക്കുന്നില്ല. എന്നാൽ പിന്നെ കിട്ടുന്നതിനൊക്കെ പിടിച്ചിട്ട് പോകാമെന്ന് വെച്ചിട്ടാണ്. കിട്ടുന്ന മീനെ പിടിക്കുമല്ലാണ്ട് വേറെ വഴിയില്ല. നമ്മൾ കുറച്ച് ദൂരത്തുനിന്ന് വരുന്ന മഷീർ അടിക്കാൻ വേണ്ടിയിട്ട്. കിട്ടിയ വാളയെങ്കിൽ വാള, അതിനെ പിടിച്ചിട്ട് പോവല്ലാണ്ട്. കേട്ടോ, ഓരോ ഏറിന് അടി തന്നെയാണ്. ഈ അടിച്ച ഭാഗം, മീൻ അടിക്കുന്ന ഭാഗം മാത്രം എന്ത് ചെയ്ത് കട്ട് ചെയ്ത് ഇട്ടത് കേട്ടോ. ഫുള്ളായിട്ട് ഇടാൻ പറ്റില്ല. ഫുള്ളായിട്ട് കണ്ടമാനം ടൈമുണ്ട്. അതുകൊണ്ട് അടിക്കുന്ന ഭാഗങ്ങൾ മാത്രം കട്ട് ചെയ്ത് ഇടുക. അതന്നെ. കുറേ എണ്ണം മിസ്സായിട്ടുണ്ട് ഈ സൈഡിൽ വന്നിട്ട് വിട്ടുപോയത്. എന്നിട്ട് കുറേ സാധനങ്ങൾ ഇഷ്ടമാതിരി കിട്ടുകയും ചെയ്തിന്. ഇവിടെ കുറേ കഴിച്ചുകൊണ്ടക്കാരെല്ലാം ഉണ്ടായിരുന്നു. അവർക്കെല്ലാം മീൻ കിട്ടിയിട്ടില്ല. നമ്മൾ ഈ പിടിക്കുന്ന കണ്ടിട്ട് അവർക്കെല്ലാം എന്തോ പോലെ ഭയങ്കര ഒരു അത്ഭുതം പോലെ ഈ സാധനത്തിൽ ഇവിടെ അടിക്കുന്നതെന്ന് പറഞ്ഞിട്ട്. നമ്മളും അറിയില്ല ഈ വാളക്കുട്ടികൾ ഇങ്ങനെ അടിക്കുന്നത്. മഷീറിനറിയാൻ വന്നല്ലേ. എന്തൊരു അടി അടിച്ചു കളഞ്ഞ് പോയത്. എന്തായാലും ഗുണമായി. മഷീറെങ്കിൽ വാളെങ്കിൽ വാള കിട്ടിയ. ലാസ്റ്റ് കണ്ടോ എത്രക്കാരാണ് കിട്ടിയെന്ന്. എത്ര വിട്ടുപോയെന്നാ സൈഡിൽ വന്നിട്ട്. ഓരോ ഏറിനും പിടുത്തം തന്നെയാണ്. എന്നിട്ട് കുറേ വിട്ടുപോകും, കുറേ കരയിൽ കയറും. അങ്ങനെയാണ്. ഫിഷ് ട്രാപ്പ് ആയതുകൊണ്ട് ശരിക്കും ഉക്കാവുന്നില്ല. ഉക്കാവുന്നല്ലെങ്കിൽ കിട്ടുന്നുണ്ട്. എവിടെല്ലാം എറിയുന്നു അവിടെ നല്ല അടി തന്നെയാണ്. നമ്മൾ ലേശം തണലുള്ള ഏരിയ നോക്കി നമ്മൾ എൻ്റെ ആൾ ഇരുന്നതാണ്. വെയിലത്തോട്ട് പോകാനാവായിട്ട്. കുറേ ഈ ഏറ് ചൂണ്ടക്കാരെല്ലാം അതിൻ്റെ അപ്പുറ സൈഡെല്ലാം ഉണ്ട്. അവർക്ക് ആർക്കും ഒന്നും കിട്ടിയിട്ടില്ല. നമ്മൾ വിചാരിച്ച് വെള്ളം തെളിഞ്ഞിട്ടുണ്ടോ മഷീർ അടിക്കാന്ന് വെച്ചിട്ട് വന്നതാണ്. മഷീർ നല്ല ആക്ടിവിറ്റി എല്ലാം ഉണ്ട്, പക്ഷേ ഒറ്റ ഒന്നും അടിക്കുന്നില്ല. അടിക്കുന്ന ഇതാ തേച്ച് ഈ പുഴ നിറച്ച് മീൻ തന്നെ ഉള്ളതെന്ന്. ഓരോ ഏറിനും ഓരോന്നാണ് പിടിച്ചിട്ട് വരുന്നത്. ഇതെത്രയാണ് പിടിക്കേണ്ടത്. പിടിച്ച് കൈ വരെ വേനയായി മീൻ കിട്ടിയിട്ട്. അത്രക്കാരും കിട്ടി കേട്ടോ. എന്താ നല്ലൊരു ഷേപ്പല്ലുള്ളൊരു മീനാട്ടോ. പ്രത്യേക തരമുള്ള. ഞാൻ വേറെ എവിടെയും കണ്ടിട്ടുമില്ല. ഇതിവിടെ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നുണ്ട്.
ഇത് ഈ ഡാമല്ല ഇവിടെ അടുത്തുള്ള ഡാമെന്നെല്ലാം ഇറങ്ങുന്ന മീനാണോ എന്ന് പറയാനാവില്ല കേട്ടോ. ഇത് വയലിലോട്ട് കയറും, കണ്ടത്തിലോട്ട് മുട്ടയിടാനായിട്ടല്ലോ. അപ്പോൾ ഇവിടുത്തെ ആൾക്കാരെല്ലാം എന്ത് ഇതിനെ വെട്ടിപ്പിടുത്തവും വല വെച്ച് പിടുത്തമെല്ലാം ഉണ്ട്. തോടിൻ്റെ സൈഡ് വീശിപ്പിടുത്തവും എല്ലാ പരിപാടിയും ഇവിടെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുറേ പ്രശ്നങ്ങളായതുകൊണ്ട് കയറ്റ് മീൻ പിടിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും ലേശം ഒതുങ്ങിയിട്ടുള്ളത്. എന്നാലും പിടിക്കുന്നവരുണ്ട് കേട്ടോ ഈ പരിസരത്തുള്ളവരെല്ലാം. നമ്മൾ പോയത് ഏകദേശം ഒരു ഫോറസ്റ്റിൻ്റെ ഒരു സൈഡായിട്ടാണ്. ഫോറസ്റ്റാന്ന് പറയാനൊന്നുമില്ല, അതിൻ്റെ ഒരു സൈഡിലാണ് പോയത്. താഴോട്ട് പോയ ഫോറസ്റ്റാണ്. നേരെ ഇരിക്കുന്ന അവിടെ കുറച്ച് ആൾക്കാരെല്ലാം ഇരുന്ന് ചൂണ്ടയിടുന്ന സ്ഥലം തന്നെയാണ്. ഇവിടെയാണ് ഇരുന്ന് നമ്മൾ ചൂണ്ടയിടുന്നത്. എൻ്റെ അവസാനം കിട്ടിയ മീൻ വായിക്കോ എത്രക്കാരാണ് കിട്ടിയെന്ന്. ഇത് ഇത്ര തന്നെ വലിപ്പം വരുള്ളൂ കേട്ടോ. ഇതിൻ്റെ മേലോട്ട് ഇത് വലിപ്പം വരില്ല. ഏറ്റവും കൂടിപ്പോയാൽ ഈ വളർച്ച തന്നെ. ഇതിലൊന്ന് ലേശം വലിപ്പമുള്ളുണ്ട്, അത്ര തന്നെ വരുള്ളൂ കേട്ടോ. ഏറ്റവും ടോപ്പ് പോയാൽ ഈ സാധനത്തിലടിക്കുന്ന ഫിഷ് ട്രാപ്പ് കേട്ടോ, അതിലാണ് അടിക്കുക. മഷറടിക്കാൻ വന്നതാ, കിട്ടിയത് ഈ വാളകളായി. നോക്ക് സാധനങ്ങൾ എന്താ വാളകൾ. എന്തെങ്കിലും കിട്ടുന്നേ പിടിച്ചിട്ട് വരുമല്ലാണ്ട് ഇത് എത്ര എണ്ണ കിട്ടിയെന്ന് കണ്ട. കിട്ടിയതിന് കയ്യും കണക്കുമില്ലാണ്ടാ കിട്ടി. ഇഷ്ടമാതിരി പിടിച്ചു.